നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം സർക്കാർ വെട്ടിക്കുറച്ചു. പ്രതിഷേധവുമായി കോൺഗ്രസ്. കേരളത്തിന് സാമ്പത്തിക വിഹിതം നിഷേധിക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാർ വെല്ലുവിളിക്കുന്നത് ജനങ്ങളെയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസ് നിഷ്ക്രിയത്വം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും അഭിപ്രായം. കാഞ്ഞിരപ്പള്ളി സ്വദേശി ബാംഗ്ലൂരിൽ വാഹനാപകടത്തിൽ മരിച്ചത് കറിപ്ലാവ് സ്വദേശി പുതിയിടത്ത് ആശിഷ് ജിജി. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച സർക്കാർ നടപടികൾക്കെതിരെ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരം നടത്തി. രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ ധർണ. തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക സഹിതം ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് നേതൃത്വത്തിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത്. കോട്ടയത്ത് നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അടുത്ത പദ്ധതി തയ്യാറാക്കുന്ന സമയത്താണ് നിൽക്കുന്നത്. ഈ വർഷത്തെ വാർഷിക പദ്ധതിയുടെ സമാപനത്തിന്റെ കട്ടുപിടിച്ചിറക്കിയില്ലെങ്കിൽ അതിന്റെ പേരിൽ തുകയിൽ അടുത്ത വർഷത്തേക്കുള്ള തുകയിലെ കുറവ് വരുത്തും. ഈ എക്സ്പെൻഡിച്ചർ ആക്കാതെല്ലാം സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ ട്രഷറിയിൽ നിന്ന് 1 രൂപയുടെ പോലും തീരുമാനമുള്ളത്. കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥാപനങ്ങളിലാണെങ്കിൽ ജീവനക്കാരെ അടിക്കടി മാറ്റുകയും അവിടെ ഭരണസമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യണം. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ സംഘടന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ ധർണാ സമരം ഇന്ന് സംസ്ഥാനത്തെമ്പാടും സംഘടിപ്പിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജയചന്ദ്രൻ ചീറോത്ത് അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ കുഞ്ഞ് ഇല്ലംപള്ളി, നന്ദ്യാട്ട് ബഷീർ, നഗരസഭാ കൌൺസിലർ MP സന്തോഷ് കുമാർ, സാബു മാത്യു, ഷീബ പുന്നൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗൗരി ശങ്കർ, സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സാമ്പത്തിക വിഹിതം നിഷേധിക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാർ വെല്ലുവിളിക്കുന്നത് ജനങ്ങളെയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. MG സർവകലാശാല എംപ്ലോയീസ് അസോസിയേഷൻ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയന്ത്രണമില്ലാതെ സ്വയംഭരണ കോളേജുകൾ അനുവദിച്ച് സർവകലാശാലകളെ തകർക്കുന്ന നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാരും UGCയും പിന്മാറണമെന്ന് MG യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷൻ 39ാം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. MG സർവകലാശാലയ്ക്ക് നൽകുന്ന നോൺ പ്ലാന്റ് ഗ്രാന്റ് വർദ്ധിപ്പിക്കണമെന്നും വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ച നടന്ന പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് അർഹമായ സാമ്പത്തിക വിഹിതം നൽകാതെ അവഗണിക്കുക വഴി കേന്ദ്ര സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയെ എക്കാലവും ഇടതുപക്ഷം പ്രോത്സാഹിപ്പിച്ചിട്ടേയുള്ളൂ. വിദ്യാഭ്യാസം സ്വകാര്യ മേഖലയിലായാലും അതിൽ സുതാര്യതയും തുല്യതയും സംവരണം പോലുള്ള കാര്യങ്ങളും വേണമെന്നാണ് CPMന്റെ നിലപാടെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് KT രാജേഷ് കുമാർ അധ്യക്ഷനായി. CATU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം AV റസൽ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ, സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് റെജി സഖറിയ, MA അജിത് കുമാർ, ഡോക്ടർ C പത്മനാഭൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി സ്വദേശി ബാംഗ്ലൂരിൽ വാഹനാപകടത്തിൽ മരിച്ചു. കാഞ്ഞിരപ്പള്ളി കറിപ്ലാവ് സ്വദേശി പുതിയിടത്ത് ആശിഷ് ജിജിയാണ് ബാംഗ്ലൂരിൽ ബൈക്ക് അപകടത്തിൽ മരിച്ചത്. 28 വയസ്സായിരുന്നു. ആശിഷ് സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ മറ്റൊരു വാഹനം ഇടിച്ചായിരുന്നു അപകടം. ചൊവ്വാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. സംസ്കാരം പിന്നീട് നടക്കും. ആശിഷിന്റെ സഹോദരൻ അലൻ 1 മാസം മുൻപാണ് രോഗബാധിതനായി മരിച്ചത്. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവം സമാപനത്തിലേക്ക്. കുംഭഭരണി ദിവസമായ വ്യാഴാഴ്ചയാണ് കുംഭകുട നൃത്തവും തിരുവാറാട്ടും. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവം ആറാട്ടോടെ വ്യാഴാഴ്ച സമാപിക്കും. കുംഭഭരണി തിരു ആറാട്ട് ദിനമായ വ്യാഴാഴ്ച രാവിലെ എണ്ണക്കുടം അഭിഷേകം, പന്തീരടി പൂജ, പുതുക്കല നിവേദ്യം എന്നീ ചടങ്ങുകൾ നടക്കും. തുടർന്ന് ശ്രീബലിയും ഐമ്പൊലിയും നടക്കും. 11 മണിക്കാണ് കുംഭകുട നൃത്തം. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന കുംഭകുട ഘോഷയാത്രകൾ ക്ഷേത്രാങ്കണത്തിൽ സംഗമിക്കും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ആറാട്ട് ബലിയും വൈകുന്നേരം 6 മണിക്ക് ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്ര ചിറയിൽ ആറാട്ടും നടക്കും. ഉത്സവത്തിന്റെ 5ാം ദിനമായ ബുധനാഴ്ച രാവിലെ ശ്രീബലി, ഉത്സവബലി എന്നീ ചടങ്ങുകൾ നടന്നു. തുടർന്ന് നടന്ന ഉത്സവബലി ദർശിക്കാൻ നൂറുകണക്കിന് ഭക്തർ ക്ഷേത്രത്തിൽ എത്തി. ഉച്ചയ്ക്ക് ശേഷം നാരായണീയ കോകിലം TN സരസ്വതിയമ്മ ടീച്ചറിന്റെ നേതൃത്വത്തിൽ 2000-ൽ പരം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന നാരായണീയ പാരായണം നടന്നു. ന്യൂസ്
ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. KSRTC ബസ്സിൽ നിന്നും ഡീസൽ ചോർന്ന് അപകടം. റോഡിൽ ഇരുചക്രവാഹനം തെന്നിമറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. മുത്തോലിയിലാണ് സംഭവം. KSRTC ബസ്സിൽ നിന്നും ചോർന്ന ഡീസലിൽ കയറി ഇരുചക്രവാഹനം മറിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥനടക്കം 3 പേർക്ക് പരിക്കേറ്റു. പാലാ മുത്തോലി കൊഴുവനാൽ റൂട്ടിൽ മുത്തോലി മഠം വളവിലാണ് സംഭവം. കിഴവൻകുളം സ്വദേശി അഭിഷ് കുമാറാണ് പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ. മേലുകാവ് സ്റ്റേഷനിൽ നിന്നും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ പോകുമ്പോഴായിരുന്നു അപകടം. മറ്റ് 2 യുവാക്കൾക്കും ബൈക്ക് മറിഞ്ഞ് പരിക്കേറ്റിട്ടുണ്ട്. മധ്യവയസ്കൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് മറിഞ്ഞെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാലായിൽ നിന്നും ഫയർഫോഴ്സ് സംഘമെത്തി റോഡിൽ നിരന്ന ഡീസലിന് മുകളിൽ പൊടി വിതറി. 100 മീറ്ററോളം ദൂരത്തിൽ വാഹനത്തിൽ നിന്നും ഡീസൽ ഒഴുകിയിറങ്ങി. പാലാ കാഞ്ഞിരമറ്റം റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സിൽ നിന്നാണ് ഡീസൽ ചോർന്നത്. ന്യൂസ് ബ്യൂറോ പാലാ. മാലിന്യമുക്ത നവകേരളം ശുചിത്വ സന്ദേശയാത്രയ്ക്ക് ചിറക്കടവ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊൻകുന്നത്ത് സ്വീകരണം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ പ്രചരണാർത്ഥം കോട്ടയം ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളെയും ബന്ധിപ്പിച്ച് നടത്തുന്ന ശുചിത്വ സന്ദേശയാത്രയ്ക്ക് ചിറക്കടവ് പഞ്ചായത്തിൽ സ്വീകരണം നൽകി. സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ വിവിധങ്ങളായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. മാലിന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ശുചിത്വ സന്ദേശയാത്രയുടെ ലക്ഷ്യം. ഈ മാസം 9-ന് അയ്മനം പഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര കോട്ടയം ജില്ലയിലെ പഞ്ചായത്തുകളിലൂടെ പര്യടനം നടത്തിവരികയാണ്. പൊൻകുന്നത്ത് എത്തിയ ശുചിത്വ സന്ദേശയാത്രയെ ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ജാഥ ക്യാപ്റ്റൻ കില ഫെസിലിറ്റേറ്റർ ബിന്ദു അജിയെ അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ഹാരം അണിയിച്ചു. ജനബാഹുല്യമാണ് നാട് മാലിന്യം നിറയാൻ കാരണമെന്നും ഇതിനെതിരെ ബോധവൽക്കരണമാണ് ആവശ്യമെന്നും അഡ്വക്കേറ്റ് CR ശ്രീകുമാർ പറഞ്ഞു. സ്വാഭാവികമായും ജനബാഹുല്യം എന്ന് പറയുന്നത് മാലിന്യത്തിന്റെ ഉത്പാദനത്തിന് കൂടുതൽ സാധ്യതയുണ്ടാക്കുകയാണ്. അത്തരം സാഹചര്യങ്ങളിൽ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി നാം ഉത്പാദിപ്പിക്കുന്ന മാലിന്യം എങ്ങനെ ശാസ്ത്രീയപരമായി സംസ്കരിച്ച് മനുഷ്യരാശിയുടെ തന്നെ ഭാവിക്ക് ഗുണകരമാക്കി മാറ്റാമെന്നുള്ള വലിയ പഠനങ്ങൾ ലോകത്താകമാനം നടന്നു. അത്തരം പഠനങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു സാംസ്കാരിക സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മാലിന്യമുക്തമായ സാഹചര്യം എന്നുള്ളതാണ്. മാലിന്യമുക്ത കേരളത്തിനെ ആക്കി മാറ്റുവാൻ വേണ്ടിയുള്ള വലിയ ഭഗീരഥ പ്രയത്നമാണ് സംസ്ഥാന ഗവൺമെന്റ് അത് അതിന്റെ കീഴിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുക. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലൊക്കെ നടത്തുന്ന വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാലിന്യമുക്ത നവകേരളം എന്ന സർക്കാരിന്റെ ലക്ഷ്യത്തിനായി ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ബിന്ദു അജി പറഞ്ഞു. നമ്മുടെ ഈ സർക്കാരിന്റെ വലിയ ലക്ഷ്യമാണ് മാലിന്യവിമുക്ത നവകേരളം എന്നുള്ളത്. നമുക്കറിയാം ഈ ക്യാമ്പയിൻ എന്താണ് ഇങ്ങനെ വന്നത് എന്നുള്ളതും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം ബ്രഹ്മപുരം പ്ലാന്റുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സർക്കാരിനെതിരെ ഒരു കേസ് ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുകയാണ്. ആ കേസിന്റെ കാലയളവ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ 2024 മാർച്ച് 31 കൊണ്ട് നമ്മുടെ കേരള സംസ്ഥാനം സമ്പൂർണ്ണ മാലിന്യവിമുക്തമാക്കണമെന്നാണ് കോടതി നിർദ്ദേശം. അതിന്റെ പ്രവർത്തനങ്ങളിലാണ് ഞാനും നിങ്ങളും എല്ലാവരും ഉള്ളത്. കില റിസോഴ്സ് പേഴ്സൺ രാധാകൃഷ്ണപിള്ള സന്ദേശം അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, അംഗങ്ങളായ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, ഷാക്കി സജി, ആന്റണി മാർട്ടിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. അക്ഷരനഗരി പൂങ്കാവനം റോഡ് യാഥാർത്ഥ്യമാക്കുവാൻ എല്ലാ പരിശ്രമവും നടത്തുമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്. കഴിഞ്ഞ 3 വർഷത്തിലും സംസ്ഥാന ബജറ്റിൽ ടോക്കൺ പണം വെച്ചുവെങ്കിലും റോഡ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാമ്പാടി ഗ്രാമസേവിനി റെസിഡൻസ് അസോസിയേഷൻ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചീഫ് വിപ്പ്. പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR രാജൻ അധ്യക്ഷനായി. കാപ്കോസ് ചെയർമാൻ KM രാധാകൃഷ്ണൻ, സലിം P മാത്യു, PV അനീഷ്, G വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. സമാനകാല സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സ്നേഹ കൂട്ടായ്മകൾക്ക് ഒരുപാട് പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പാരസ്പര്യവും സ്നേഹവും ഒക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമ്മുടെ നാട്ടിലെ ഈ ഗ്രാമസേവിനി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കഴിയുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ യാത്ര ഇനിയും ഏറെ മുൻപോട്ട് പോകാൻ ഇടയാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ആശംസയോടെ ഈ ചടങ്ങിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. വീട്ടുകാർക്ക് വേണ്ടി മൂർഖൻ പാമ്പിനോട് പൊരുതി ഒടുവിൽ മരണത്തിന് കീഴടങ്ങി വളർത്തുനായ. തോട്ടയ്ക്കാട് കൂനംപ്ലാക്കൽ സുജാതയുടെ വളർത്തുനായ പീറ്ററാണ് പോരാടി മരണം വരിച്ചത്.
തോട്ടയ്ക്കാട് എഴുവന്താനം കൂനപ്ലാങ്കൽ സുജാതയുടെ വീട്ടുപരിസരത്ത് വന്ന മൂർഖൻ പാമ്പിനെയാണ് അവരുടെ വീട്ടിലെ പീറ്റർ എന്ന നായ ധീരമായി പോരാടി അപകടത്തിൽ നിന്നും കുടുംബത്തെ രക്ഷിച്ചത്. പീറ്ററിന്റെ പ്രതിരോധത്തിൽ മൂർഖൻ മരത്തിൽ കയറി. നാട്ടുകാർ എത്തി അരമണിക്കൂറോളം ടോർച്ചടിച്ച് പാമ്പിനെ മരത്തിൽ നിന്നും താഴെ ഇറക്കാനാവാത്ത വിധം ഇരുത്തി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശ് ചന്ദ്രൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പിന്റെ പാമ്പുപിടുത്തക്കാരൻ സുഭാഷും മകളും ചേർന്ന് മൂർഖനെ പിടികൂടി. യജമാനന്റെ രക്ഷയ്ക്ക് പ്രതിരോധം തീർത്ത പീറ്റർ മൂർഖന്റെ കടിയേറ്റ് മരണപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായിൽ കാർഷിക സർവകലാശാല സ്ഥാപിക്കണമെന്ന് പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പാലാ മുണ്ടുപാടം അഗ്രോ ഇൻഡസ്ട്രിയൽ പാർക്കിൽ കാർഷിക മൂല്യവർദ്ധിത സംരംഭത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു ബിഷപ്പ്. കാർഷിക രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങളും മൂല്യവർദ്ധിത സംരംഭങ്ങളും വളർന്നുവരുന്ന പാലായിൽ കൃഷി അനുബന്ധ ഗവേഷണ പഠനത്തിന് ഉപകരിക്കും വിധം കാർഷിക സർവകലാശാല വളർത്തിക്കൊണ്ടുവരണമെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അഭിപ്രായപ്പെട്ടു. ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജും ചേർപ്പുങ്കൽ മെഡിസിറ്റിയും പോലെ മുണ്ടുപാലം കേന്ദ്രീകരിച്ചുള്ള കാർഷിക സംരംഭകത്വ പ്രവർത്തനങ്ങളും വളർന്നുവരണമെന്നും ബിഷപ്പ് പറഞ്ഞു. രൂപതയുടെ കർഷക ശാക്തീകരണ പദ്ധതിയായ കർഷക ബാങ്കിന്റെ ഭാഗമായി പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പാലാ മുണ്ടുപാലം സ്റ്റീൽ ഇന്ത്യ ക്യാമ്പസിൽ ആരംഭിക്കുന്ന അഗ്രോ ഇൻഡസ്ട്രിയൽ പാർക്കിൽ പാലാ സാന്തോം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ കാർഷിക മൂല്യവർദ്ധിത സംരംഭത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. ഈ സർവമലബാർ സഭ അല്ലെങ്കിൽ നസ്രാണികള് എന്ന് നമ്മൾ പണ്ടൊക്കെ ചരിത്രത്തിൽ താല്പര്യത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു സമുദായം അല്ലെങ്കിൽ വിഭാഗം, അവരുടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു കൃഷി, മറ്റൊന്ന് കച്ചവടം. ഈ രാജ്യത്തിൻ്റെ ഇക്കോണമി നിലനിർത്തിയതിലും നമുക്ക് വലിയൊരു പങ്കുണ്ട്. ഒന്നാന്തരം കർഷകരാണ് നമ്മൾ പൂർവികർ. വിശേഷപതിയായിട്ട് കുടിയേറ്റങ്ങൾ വന്നപ്പോഴും മലബാറും റേഞ്ചും അവിടെയെല്ലാം ഈ കാർഷിക വൃത്തിയിലൂടെ വലിയ അഭിവൃദ്ധി നേടിയത് ഇവിടെ നിന്ന് നമ്മളുടെ പൂർവികർ അവിടേക്ക് കുടിയേറിയത് കൊണ്ടും അവിടെ പോയി നല്ലതുപോലെ അധ്വാനിച്ച് ഈ നാണ്യവിളകളും ഭക്ഷ്യവിളകളും ഒരുപോലെ നമ്മുടെ പൂർവികർക്ക് ഇഷ്ടമായിരുന്നു. മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ, മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ, ജനറലുമാരായ സെബാസ്റ്റ്യൻ വേദാനത്ത്, ജോസഫ് കണിയോടിക്കൽ, ഇൻഫോം ദേശീയ ഡയറക്ടർ ഫാദർ ജോസഫ് ചെറുകരക്കുന്നൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാർഷിക രംഗത്തെ ഫലപ്രദമായ ഇടപെടലുകളിലൂടെ സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ നിർമ്മിക്കപ്പെടുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ കേന്ദ്രത്തിൽ ആദ്യഘട്ടത്തിൽ കപ്പ, ചക്ക, കൈതച്ചക്ക, കൊപ്ര തുടങ്ങിയവയുടെ സംസ്കരണവും മൂല്യവർദ്ധനവും വിപണനവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പാലാ സാന്തോം FPOയുടെ സീഡ് പാക്കറ്റുകളുടെ പ്രകാശനവും ക്യാബേജ് കൃഷി വിളവെടുപ്പും നടന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. 5 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കൃഷ്ണശിലയിൽ ഭിത്തിയും മേൽക്കൂര തടിയിലും നിർമ്മിച്ച് ചെമ്പ് പാകുന്ന രീതിയിലാണ് നിർമ്മാണം. 2023 നവംബർ മാസത്തിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനം 2025 മാർച്ച് മാസത്തിന് മുൻപായി പണി പൂർത്തീകരിക്കുന്ന രീതിയിലാണ് പുരോഗമിക്കുന്നത്. നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള നാലമ്പലത്തിന്റെ കട്ടിളവയ്പ് ചടങ്ങ് നടന്നു. മേൽശാന്തി വൈപ്പിൻമന വിശ്വനാഥൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. വേഴേപ്പറമ്പ് ചിത്രഭാനു തിരുമേനിയാണ് ക്ഷേത്രം സ്ഥപതി. ക്ഷേത്രത്തിന്റെ തടിപ്പണികൾ പറവൂർ കൃഷ്ണകുമാർ ആചാര്യയും കൃഷ്ണശിലയുടെ നിർമ്മാണം ട്രിച്ചി നരസിംഹകുമാറിന്റെയും നേതൃത്വത്തിലാണ് നടക്കുന്നത്. അതേസമയം ക്ഷേത്രത്തിലെ കുംഭപൂര മഹോത്സവം ഈ മാസം 19 കൊടിയേറി 26 സമാപിക്കും. 19 വൈകിട്ട് 5:45 6:30 മധ്യായാണ് കൊടിയേറ്റ്. ദേശവഴിക്കരയിലെ 15 പാട്ടമ്പലങ്ങളിൽ നിന്നുള്ള പ്രസിദ്ധമായ കുംഭകുട ഘോഷയാത്ര 25 ഞായറാഴ്ചയാണ്. 26 തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് ആലാമ്പള്ളി പൊത്തൻപുറം ജംഗ്ഷനിലുള്ള ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടക്കും. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. കൂരോപ്പട പഞ്ചായത്തിലെ 12ാം വാർഡിലെ എല്ലാ കുടുംബങ്ങൾക്കുമായി പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനായി ബിന്നുകൾ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ ആശാ ബിനു വിതരണോദ്ഘാടനം നിർവഹിച്ചു. കവി ONV കുറുപ്പിന്റെ അനുസ്മരണം ഫിൽക്കോസും ദർശന സാംസ്കാരിക കേന്ദ്രവും ചേർന്ന് വെള്ളിയാഴ്ച നടത്തും. ദർശന സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ചാണ് പരിപാടി.
ദർശന സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ ഫാദർ എമിൽ പുള്ളിക്കാട്ടിൽ ONV ഗാനാർച്ചന ഉദ്ഘാടനം ചെയ്യുമെന്ന് ഫിൽക്കോസ് പ്രസിഡന്റ് ജോയ് തോമസ്, വൈസ് പ്രസിഡന്റ് MG ശശിധരൻ, ജനറൽ കൺവീനർ PK ആനന്ദക്കുട്ടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ONV ആരായിരുന്നു എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായി അവർ പഠിക്കാനും അതോടൊപ്പം തന്നെ കവിത ചൊല്ലാനും കഴിയുന്ന തരത്തിലേക്ക് അവരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ പരിപാടി. അത് 1 മണിക്ക് തോന്നും. ദർശന സാംസ്കാരിക കേന്ദ്രത്തിൽ 1 മണിക്കാണ് ഇത് ആരംഭിക്കുക. ഏതാണ്ട് 4 മണിയോടുകൂടി അത് അവസാനിക്കും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മിക്കവാറും സ്കൂളിൽ നിന്നൊക്കെ 2-3 കുട്ടികൾ ഇക്കാര്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് ജഡ്ജസിനെ വെച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ സുതാര്യമായ രീതിയിലാണ് അത് നടത്തുക. അറിയിപ്പ്. അസാപ് കേരളയുടെ പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ കീഴിൽ ഓഫീസ് അസിസ്റ്റന്റ്, സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ എന്നീ കോഴ്സുകൾക്ക് 100% സ്കോളർഷിപ്പോടെ അഡ്മിഷൻ ആരംഭിച്ചു. ഫോൺ 8289810279. കോട്ടയം റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് 20-ന് റബ്ബർ നടിയിൽ പരിശീലനം എന്നിവയിൽ ഏകദിന പരിശീലനം നടത്തും. ഫോൺ 9447710405. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം സർക്കാർ വെട്ടിക്കുറച്ചു. പ്രതിഷേധവുമായി കോൺഗ്രസ്. കേരളത്തിന് സാമ്പത്തിക വിഹിതം നിഷേധിക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാർ വെല്ലുവിളിക്കുന്നത് ജനങ്ങളെയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസ് നിഷ്ക്രിയത്വം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും അഭിപ്രായം. കാഞ്ഞിരപ്പള്ളി സ്വദേശി ബാംഗ്ലൂരിൽ വാഹനാപകടത്തിൽ മരിച്ചു. മരിച്ചത് കറിപ്ലാവ് സ്വദേശി പുതിയിടത്ത് ആശിഷ് ജിജി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.